ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് ഒരു വൈകുന്നേര ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ടിഫിനായിട്ടും കൊടുത്ത് വിടാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ആദ്യം തന്നെ ഞാനൊരു കടായി സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു 10-25ഓളം ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ചെറുതായി അരിഞ്ഞതാണ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി വേണ്ട എന്നുള്ളവർക്ക് ഒരു സവാള എടുക്കാം കേട്ടോ. വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും ഒരുപാട് മാറി വരണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രം ആയിക്കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ശരിക്കും നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ വേറൊരു രുചിയാണ്. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾക്ക് തീ വളരെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അരമുറി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പോളം വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മതിയാവും. നമ്മളൊരു കറക്റ്റ് അളവാണ് ഞാനിത് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒരുപാടൊന്നും ഉള്ളിയുടെ നിറമൊന്നും മാറി വരണ്ട, അങ്ങനെ ഒന്നും തന്നെയില്ല. പെട്ടെന്ന് ജോലി തീർക്കാം കേട്ടോ. സവാള അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞ് വയ്ക്കുന്നൊരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അന്നേരം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലുണ്ടാക്കിയാൽ മാത്രം മതി. തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഈ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു അരിപ്പൊടി വെന്ത് വരണം കേട്ടോ. അതുവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ കട്ടകളൊന്നും ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഒരു 10-20 മിനിറ്റ് നേരം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണം. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ, പൊള്ളാത്തൊരു ചൂടുള്ള സമയത്ത് നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു അരിപ്പൊടി വെന്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക. നമ്മളിനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതിനെ കുഴച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൗണ്ടിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഞാനിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടി കാണാൻ ഭംഗിയും കഴിക്കാനും കുറച്ചുകൂടി നല്ലത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് 1 കപ്പിൽ തന്നെ. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 1/4 സ്പൂണോളം കടുകിട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഒരു 2 മുളക് ഇതുപോലെ ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ചെറിയ ജീരകം ക്യൂമിൻ സീഡും കൂടെ ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്ത് ഇനി കറിവേപ്പില ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഒരു പ്രത്യേക ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ. ഇതിങ്ങനെ ഉടഞ്ഞു പോവും. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ ആവിയിൽ പുഴുങ്ങുന്നതിനെക്കാട്ടിലും ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. നന്നായിട്ട് ഈ കടുകിൻ്റെയും മസാലയിലൊന്നും പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ എണ്ണയൊക്കെ ഇതിൻ്റെ പുറത്തൊന്നും ആവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കോട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഇടയിലൊക്കെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചാലും മതിയാവും. അപ്പോൾ അത് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ചെറിയ ഉള്ളിയൊക്കെ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ.
കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല ഇത് ടിഫിനായിട്ട് സ്കൂളിലും കൊടുത്തു വിടാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.